നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് താലൂക്ക് NSS കരയോഗം യൂണിയൻ സംഘടിപ്പിച്ച ജ്ഞാനപാന ആലാപന യജ്ഞം ഏറെ ശ്രദ്ധേയവും വളരെയേറെ വിജയകരവുമായി എന്നുള്ളതിൽ തർക്കമില്ലെന്ന് പറയാൻ നാട്ടുവിശേഷങ്ങൾ എന്ന ചാനലിന് സന്തോഷമുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർ നേരിട്ട് കണ്ട് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുകയാണ്. ജ്ഞാനപാന ആലാപനം ബാലസമാജ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1001 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ മുതിർന്നവരും ജ്ഞാനപാന യജ്ഞത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ അവർക്കും ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ അവസരം കൊടുക്കുകയാണ് ഉണ്ടായതെന്ന് താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ പറഞ്ഞു. ഈ യജ്ഞത്തിനു വേണ്ടി പാലക്കാടത്തെ ടോപ്പ് ഇൻ ടൗൺ സൂര്യരശ്മി ഓഡിറ്റോറിയമാണ് തിരഞ്ഞെടുത്തത്. ജൂലൈ 21 ഗുരുപൂർണിമ ദിനത്തിലാണ് ജ്ഞാനപാന ആലാപന യജ്ഞം സംഘടിപ്പിച്ചത്. കുറച്ചു പേർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്നതുകൊണ്ട് സൂര്യരശ്മി ഓഡിറ്റോറിയത്തിലെ ഒരു ഫ്ലോർ മാത്രമാണ് ഇതിനു വേണ്ടി ഒരുക്കിയിരുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. എന്നാൽ വിവിധ കരയോഗങ്ങളിൽ നിന്നും വിവിധ വാഹനങ്ങളിലായി ഒട്ടേറെ പേർ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെമ്പോ ട്രാവലറിലും കാറുകളിലും, എന്തിനേറെ പറയുന്നു, ബസ് പിടിച്ചു പോലും കരയോഗത്തിൻ്റെ അംഗങ്ങൾ ജ്ഞാനപാന ആലാപന യജ്ഞത്തിൽ പങ്കെടുത്ത് ആ പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിനു വേണ്ടി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിനു വേണ്ടി തിങ്ങി നിറഞ്ഞ് എത്തുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘാടകർക്കാകെ പരിഭ്രാന്തിയായി. ഒരു ഫ്ലോറാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച 1000 പേരിന് ഉപരി 2000-ഓളം പേർ പങ്കെടുത്തു. ഈ സമയം ടോപ്പ് ഇൻ ടൗൺ സൂര്യരശ്മി ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയായ രാജുവേട്ടൻ, എല്ലാവരും വിളിക്കുന്ന രാജുവേട്ടൻ, അവിടെ എത്തുകയും മുകളിൽ ഒരു ഹാള് കൂടി പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് നൽകുകയും ചെയ്തു. അവിടെ പവർ പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും പരിപാടി പങ്കെടുക്കുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും അവസരം ഒരുക്കിയത് എല്ലാ അംഗങ്ങൾക്കും വളരെ സന്തോഷമാവുകയും ജ്ഞാനപാന ആലാപന യജ്ഞം എല്ലാവരും പങ്കെടുത്തുകൊണ്ട്, എല്ലാവരും ആസ്വദിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൈപ്പറ്റിക്കൊണ്ടാണ് എല്ലാവരും മടങ്ങിയത്. ജ്ഞാനപാന ആലാപന യജ്ഞം നമുക്ക് ലൈവായി തന്നെ കാണാം. ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്തത് NSS കരയോഗം രജിസ്ട്രാർ വി ശശിധരൻ നായർ ആയിരുന്നു. യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ, ശ്രുതി ശ്യാം, മുൻ MLA KA ചന്ദ്രൻ, പ്രതിനിധി സഭാ അംഗങ്ങളായ R. സുകേഷ് മേനോൻ, C. കരുണാകരനുണ്ണി, V. രാജമോഹൻ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ R. ശ്രീകുമാർ, P. നടരാജൻ, P. സന്തോഷ് കുമാർ, K. ശിവാനന്ദൻ, മോഹൻദാസ് പാലാട്ട്, R. ബാബു സുരേഷ്, KP രാജഗോപാൽ, T. മണികണ്ഠൻ, U. നാരായണൻകുട്ടി, M. ഉണ്ണികൃഷ്ണൻ,
വി ജയരാജ്, എ അജി, സി വിപിനചന്ദ്രൻ, എം സുരേഷ് കുമാർ, ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ ബി ജയചന്ദ്രൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ജെ ബേബി ശ്രീകല, സെക്രട്ടറി അനിത ശങ്കർ എന്നിവർ പ്രസംഗിച്ചു. നല്ലൊരു ആധ്യാത്മിക പ്രഭാഷണവും ഈ സമ്മേളനത്തിന് മാറ്റുകൂട്ടിയിരുന്നു. ആബാലം വൃതം ജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായ പ്രഭാഷണവും ആയിരുന്നു. ജ്ഞാനപാന ആലാപനം വളരെ ഭക്തിഭയമായി തന്നെ ആബാലവൃതം ജനങ്ങളും പങ്കെടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പുണ്യം സരസ് പരിമിതികൾ നമുക്കുണ്ട്. ഇത്രയും മനോഹരമായി കാര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് പോലും നിങ്ങൾ ഓരോരുത്തരും ഇത് പൂർണ്ണമായി ഏറ്റെടുത്തത് കൊണ്ട് വന്ന ആ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തീർച്ചയായും നമുക്ക് ഉദ്ദേശിച്ച സ്ഥലം തികയുന്നില്ല. ഇതിൻ്റെ നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇതിൻ്റെ താഴത്തെ ഹാളിൽ LCD പ്രൊജക്ട് TV-യും കസേരയും ഒക്കെ സജ്ജീകരിച്ച് സൗണ്ട് ബോക്സ് സജ്ജീകരിച്ചുകൊണ്ട് ആ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.
സൂചിപ്പിച്ച പോലെ അഭൂതപൂർവമായ നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമുള്ള നായർ സമുദായത്തിൻ്റെ, വനിതാ സമുദായത്തിൻ്റെയും ബാലസമുദായത്തിൻ്റെയും കരോഗാംഗങ്ങളുടെയും ആ വികാരവും ആവേശകരമായ പ്രതികരണവുമുണ്ട്. നമുക്ക് വേദി തികഞ്ഞില്ല, പക്ഷെ അതിന് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തി നമ്മുടെ പ്രിയപ്പെട്ട രാജുവേട്ടൻ അതിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുകയും ഇതിന് മുകൾ നിലയിലുള്ള ശീതീകരിച്ച ഹാളിൽ തന്നെ ഒരു LCD പ്രൊജക്ടറും സൗണ്ട് സിസ്റ്റം സംഘടിപ്പിച്ച് ഇവിടെ ഇരിക്കാൻ സാധിക്കാത്തവരെ അവിടേക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി ഈ ഹാളിൻ്റെ അത്ര തന്നെയുള്ള ഹാളാണ്. ആ ഹാളും നിറഞ്ഞു കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ അറിവ്. തീർച്ചയായും അത് പാലക്കാട് നായർ സമുദായത്തിൻ്റെ ആ ഒത്തൊരുമയുടെയും ശക്തിയുടെയും ഒരു പ്രവർത്തനം ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗുരുപൂർണിമ ദിനസമ്മേളനം ആരംഭിക്കുന്നു. ആദരണീയനായ നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ശാഖ മേധാവി ശ്രീ VV ശശിധരൻ നായർ സാർ അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചരിത്രത്തിലെ സ്വർണ്ണലിപികളെ എഴുതിത്തീർത്ത മഹാനായ സമ്മേളനത്തിന് ശേഷം മറ്റൊരു ചരിത്രം കുറിക്കാൻ നമ്മൾ ഇവിടെ ഒരുങ്ങുകയാണ്. ഇന്നത്തെ ഈ പരിപാവനമായ പവിത്രമായ ഭക്തിസമ്പന്നമായ ഈ ചടങ്ങിന് പ്രാർത്ഥനയും ആചാരനുസ്മരണവും ചൊല്ലി നമുക്ക് തുടങ്ങാം. പ്രാർത്ഥനയും ആചാരനുസ്മരണത്തിനായി വികാസനായാലും കരുതാമുടിയും ക്ഷണിക്കാം. സച്ചിദാനന്ദ ജ്ഞാനമേ ഹർഷഭാവനലോലതന്തുവിൽ തൂവും സാരസുഗന്ധമേ സർവജീവ പ്രകാശമാകുന്ന സച്ചിദാനന്ദ ജ്ഞാനമേ ഹർഷഭാവനലോലതന്തുവിൽ തൂവും സാരസുഗന്ധമേ സത്യവും ധർമ്മനീതി കാക്കുന്ന വിശ്വരക്ഷകരൂപമേ വിശ്വരക്ഷകരൂപമേ സർവജീവ പ്രകാശമാകുന്ന സച്ചിദാനന്ദ ജ്ഞാനമേ നിത്യവും നിന്റെ പാദപങ്കജം തൊട്ടു വന്ദിച്ചു വാഴ്ത്തുന്നു തൊട്ടു വന്ദിച്ചു വാഴ്ത്തുന്നു. വളരെയധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ ഗുരുപൂർണിമ ദിന സമ്മേളനത്തിൽ നാം ഓരോരുത്തരും പങ്കെടുക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസം നടന്ന താലൂക്ക് നായർ മഹാസമ്മേളനം പാലക്കാട് താലൂക്കിലെ നായർ സമുദായത്തിന്റെ സംഘടനാ ശക്തി വിളിച്ചോതുന്ന ഒരു സമ്മേളനമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അധ്യാപക ദിനമൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ അധ്യാപക ദിനമൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൽ ഋഷി പരമ്പരമാർ സനാതന സംസ്കാരത്തിന് ഉറവിടമായ ഭാരതത്തിന്റെ ആ ഋഷി പരമ്പരമാർ ഗുരുക്കന്മാരെ ആദരിക്കുവാനായി ഒരു ദിവസം കണ്ടെത്തിയിരുന്നു. അതാണ് ഗുരുപൂർണിമ ദിനം. ആ ഗുരുപൂർണിമ ദിനത്തിന്റെ അന്നാണ് നമ്മൾ ജ്ഞാനപ്പാൻ ആലപിക്കുവാൻ തീരുമാനിച്ചത്. ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ പൂന്താനം നമ്പൂതിരി രചിച്ച മലയാളത്തിന്റെ ഭഗവത്ഗീത എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന ജ്ഞാനപ്പാനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം മനുഷ്യജീവിതം നശ്വരമാണെന്നും എന്നാൽ ആ നശ്വരമായ മനുഷ്യജീവിതത്തിൽ ഒരുപാട് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ജ്ഞാനപ്പാനയുടെ പൂന്താനം നമ്പൂതിരി നമുക്ക് കാണിച്ചു തരിക. നമ്മുടെ കുഞ്ഞുങ്ങളത് ഒരാവർത്തിയല്ല, രണ്ടാവർത്തിയല്ല, പരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ അതിലെ ഓരോ വരികളും മനസ്സിലാക്കിയാൽ അവരുടെ ജീവിതം മഹനീയമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് കൊണ്ടാണ് ജ്ഞാനപ്പാനയെ നമ്മൾ തിരഞ്ഞെടുത്തത്. മാത്രമല്ല, ഈ ഗുരുപൂർണിമ ദിനം ആഘോഷിക്കുന്ന ദിവസം നമുക്കറിയാം, ഈ കേരളത്തിൽ ആധ്യാത്മികമായി ഏറ്റവും നിറവിന്റെ മാസമായ
പഞ്ഞമാസം എന്ന് പഴയ കാലത്ത് പറയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ആത്മീയതയുടെ ആധ്യാത്മികതയുടെ നിറവിന്റെ മാസമായ ഈ കർക്കിടക മാസം, രാമായണ മാസം, രാമമന്ത്രങ്ങളാൽ മുഖരിതമായ ക്ഷേത്രങ്ങളും വീടുകളും മുഖരിതമായ ഈ രാമായണ മാസത്തിൽ തന്നെയാണ് ഗുരുപൂർണിമ ദിനം വരാറുള്ളത്. അങ്ങനെയുള്ള ആ പുണ്യമാസത്തിലാണ് ഇത്രയും 1500 പരം വരുന്ന കുട്ടികളോടൊപ്പം മുതിർന്നവരും അടങ്ങുന്നവർ ഭഗവാന്റെ നാമങ്ങൾ ആലപിക്കുന്ന ജ്ഞാനപ്പാന ആലാപനത്തിന്റെ യജ്ഞം തന്നെ ഇവിടെ നടക്കുകയാണ്. മറ്റേതൊരു സംഘടന സംഘടിപ്പിച്ചാലും നടക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായി തന്നെ ഈ പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചു, പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ നടത്തിയ മഹാസമ്മേളനം, അതിനുശേഷം തുടർന്ന് ഏറ്റെടുത്തൊരു വൻ പരിപാടിയാണിത്. ഇനിയും വൈവിധ്യം നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുവാൻ താലൂക്ക് യൂണിയൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, യുഗപ്രഭാവനായ സമുദായാചാര്യൻ, അവതാര പുരുഷനായ സമുദായാചാര്യൻ സംഘടനാ പ്രവർത്തനത്തിനിടയ്ക്ക് ഞങ്ങൾക്കൊക്കെ തിരിച്ചറിവ് തരാറുണ്ട്. എപ്പോഴും പട്ടുമെത്തയിലൂടെ ആയിരിക്കില്ല സംഘടനാ പ്രവർത്തനം. നമ്മുടെ പൂന്താനം, ഇന്നത്തെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജ്ഞാനപ്പാന എഴുതിയ പൂന്താനം എന്നുള്ള ആ മഹത് വ്യക്തി ക്രിസ്തോബ്ദം ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നെന്മേനി അംശത്തിൽ വള്ളുവനാട് താലൂക്കിൽ പൂന്താനം ഇല്ലത്ത് ജനിച്ച ദേവിയാണ്. ആദ്യത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഉടലോടെ സ്വർഗത്തിൽ പോയ ഏക ഭക്തൻ അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ മോതിരം കൊള്ളക്കാർ തട്ടിപ്പറിച്ചുകൊണ്ടുപോയതും അതിനെ രക്ഷപ്പെട്ട് മങ്ങാട്ടച്ഛൻ്റെ കഥയെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി അത്രയും നമുക്ക് മനസ്സിലാക്കേണ്ട. പക്ഷെ അദ്ദേഹം എഴുതിയ ജ്ഞാനപാന കൂടാതെ തന്നെ അദ്ദേഹം സന്താന ഗോപാലം പാന, അതുപോലെ തന്നെ ശ്രീകൃഷ്ണാമൃതം എന്നുള്ളൊരു സംസ്കൃതത്തിൽ ഒരു കവിത കൂടി അദ്ദേഹം രചിക്കുകയുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം എന്നും ശ്രീകൃഷ്ണന്റെ ഏറ്റവും നല്ല ഭക്തനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ എന്നാണ് അദ്ദേഹം ഈ ജ്ഞാനപ്പാന എഴുതാൻ തുടങ്ങിയെന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രന്റെ ആദ്യത്തെ ചടങ്ങുകൾ നടക്കുന്ന സമയത്തിലെ പുത്രൻ മരണപ്പെട്ടു പോവുകയും അതിനുശേഷം അതിലുണ്ടായ ആ വലിയ ദുഃഖത്താലാണ് അദ്ദേഹം ഈ ജ്ഞാനപ്പാന എഴുതാൻ തുടങ്ങിയത് എന്നുള്ളതാണ് എൻ്റെ ധാരണ. പാലക്കാട് സമ്മേളനമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ വിചാരിക്കട്ടെ. ആ സമ്മേളനം വളരെ ഗംഭീരമായിരുന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വളരെ അഭിമാനമുണ്ടായി. ആ സമ്മേളനത്തിൽ തുടർച്ചയായിട്ട് 1 വർഷം ആകുന്നതിന് മുമ്പ് ഇതുപോലെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിലെ 2 പ്രധാന കാര്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ ഇരിക്കുന്നത്. ഒന്ന്, ജ്ഞാനപാന ആലാപനത്തിൻ്റെ മുമ്പ് നമ്മുടെ സൗദാചാര്യൻ, യുവപ്രഭായായ മണ്ണത്താചാര്യൻ യുവവൃത്തൻ മഹാപ്രസ്ഥാനമാണ്. ഇവിടെ
അടിസ്ഥാന യൂണിറ്റുകളാണ് നമ്മുടെ കരയോഗങ്ങൾ എന്ന് പറയുന്നത്. ആ കരയോഗങ്ങളിലുള്ള ഓരോ അംഗങ്ങൾക്കും വീടും വിദ്യാഭ്യാസവും തൊഴിലും അവരുടെ കുടുംബ ബന്ധങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുക എന്നാണ് ഓരോ കരയോഗത്തിൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന പരിപാടികളും പദ്ധതികളും ഒക്കെയാണ് ഫയർ സർവീസ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. ശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അറിവിലേക്കും അറിവിൽ നിന്ന് വാക്കുകളിലേക്കും വാക്കുകളിൽ നിന്ന് വേദത്തിലേക്കും സഞ്ചരിച്ച് അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും അനീതിയിൽ നിന്ന് നീതിയിലേക്കും ദാരിദ്ര്യത്തിൽ നിന്ന് സുഖത്തിലേക്കും നമ്മെ നയിച്ചു. ഈ പ്രപഞ്ച നിയമമാകുന്ന മൃത്യുവിന് പോലും ചെന്നെത്താൻ കഴിയാത്ത പരമപദത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ ഗുരുപരമ്പര, ആ ഗുരുപരമ്പരയെ ആദ്യം തന്നെ നമസ്കരിക്കട്ടെ. മാറാൻ കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സാധിച്ചത് എന്നുള്ളത്. കൃഷ്ണദ്വീപിൽ സത്യവതി പരാശരമുനിക്ക് ജനിച്ച ഒരു പുത്രനായിരുന്നു കൃഷ്ണദ്വൈപായനൻ. അദ്ദേഹം നമ്മളുടെ പ്രാമാണിക ഗ്രന്ഥമായ വേദത്തെ നമുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുവാൻ വേണ്ടി അതിനെ 4 വിന്യസിച്ചു, 4 പകുത്തു. എങ്ങനെ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങൾ. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം, ഇങ്ങനെ 4 ഉപവേദങ്ങൾ. ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ഇങ്ങനെ 6 ശാസ്ത്രങ്ങൾ. ന്യായം, മീമാംസാ ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ, ഇങ്ങനെ 4 ഉപാംഗങ്ങൾ. എത്രയായി അറിയോ? 4 വേദങ്ങൾ, 4 ഉപവേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 4 ഉപാംഗങ്ങൾ. എത്രയായി? 18. മിടുക്കന്മാരാണ് എല്ലാവരും, മിടുക്കികളും മിടുക്കന്മാരും. അപ്പൊ ഈ 18 തത്വങ്ങളിൽ അധിഷ്ഠാനപ്പെടുത്തിയിട്ടുള്ള ഒരു ധർമ്മമാണ് നമ്മുടെ സനാതന ധർമ്മം. ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗുരുവാണ് ഇന്ന് നമ്മൾ ഗുരുപരമ്പരയെ മുൻനിർത്തി ആരാധിക്കുന്ന ശ്രീ വേദവ്യാസ മഹർഷി. വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമാണ്, ജയന്തിയാണ് ഈ ആഷാഢ പൗർണമിയായിട്ട് നമ്മൾ എല്ലാവരും ആചരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടി പരമപൂജനീയനായിട്ടുള്ള പൂന്താനം തിരുമേനിയുടെ ഒരു ഭക്തിരസ പ്രധാനമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പാരായണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സ്വാന്തകാലത്തെയാണ്. ഇപ്പോ പ്രപഞ്ചത്തിന്റെ, നമ്മളുടെ നാടിന്റെ ഇരുട്ട് മാറണമെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ മതി അല്ലേ? നമുക്ക് പ്രകാശം പുറത്ത് കാണണമെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ മതിയാവും പ്രകാശം കിട്ടാൻ. പക്ഷേ അകത്തുള്ള അജ്ഞതയുടെ, അകത്തുള്ള ഇരുട്ടിനെ മാറ്റാൻ ഏത് സൂര്യൻ ഉദിക്കണം? അവിടെ ഗുരുവാകുന്ന സൂര്യൻ വന്നുദിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇത്തരത്തിലുള്ള, ഇപ്പൊ ബൈബിളിനെ പറ്റിയും ഖുറാനെ പറ്റിയിട്ടുള്ളൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ? നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ അറിവ് എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതിലൂടെ ഈ സംഘടനയുടെ ഒരു താല്പര്യത്തിനനുസരിച്ചെങ്കിലും ജ്ഞാനപ്പാന പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുവാനും അതിന്റെ അർത്ഥഗർഭങ്ങളായിട്ടുള്ള ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും കഴിയണം. അതായിരിക്കണം ഗുരുപൂർണിമയുടെയും ഇന്നത്തെ ഇവിടെ നടക്കുന്ന ചടങ്ങിന്റെയും ലക്ഷ്യം. ഇപ്പൊ നമുക്ക് സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് അല്ലെ? സ്കൂളിൽ നിന്നൊരു വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് ലഭിച്ചതുപോലെയുള്ള മൂല്യവത്തായിട്ടുള്ള ഒരു കേട്ടിട്ടുണ്ടോ? നിങ്ങളെ റെസ്പോണ്ട് ചെയ്യൂ, ഉണ്ടോ ഇല്ലയോ? കേട്ടിട്ടില്ല? അതൊരു ഫിലോസഫർ സ്റ്റോൺ ആണ്. കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഇനി വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കൂ ഗൂഗിളിലൊക്കെ. നമ്മുടെ വിരൽത്തുമ്പത്താണ് എല്ലാ ഇൻഫോർമേഷൻസും. ചിന്താമണി എന്ന് പറയുന്ന ഫിലോസഫർ സ്റ്റോണിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതുകൊണ്ട് തൊടുന്ന ലോഹങ്ങളെല്ലാം സ്വർണമായിട്ട് മാറും. കിട്ടിയാൽ നല്ല സുഖമാണല്ലേ അല്ലേ? അതുകൊണ്ട് തൊടുന്ന ലോഹങ്ങളെല്ലാം സ്വർണമായിട്ട് മാറും. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷേ ആ ചിന്താമണി എന്ന് പറയുന്ന സവിശേഷ രത്നത്തിന് പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു പരിധിയുണ്ട്. എന്താണ് എന്റെ പരിധി എന്ന് പറയാൻ പറ്റൂ? എന്താ പരിധി പറയാൻ പറ്റോ? പറ്റോ? പറയുന്നില്ല, അറിയില്ല. ചിന്താമണി കൊണ്ട് തൊടുന്ന ഗുരുനാഥനാകുന്ന ചിന്താമണിക്ക്
താൻ ആശ്രയിച്ചു വരുന്ന എല്ലാ ശിഷ്യഗണങ്ങളെയും തന്നോടൊപ്പമോ തന്നേക്കാൾ ഉയരത്തിലോ എത്തിക്കുവാൻ അദ്ദേഹം മഹാഭാരതത്തെ അധികരിച്ച് എന്താണ് പറഞ്ഞത്? ഇതിലുള്ളത് നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റും. മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? വായിക്കണം. മഹാഭാരതത്തിലുള്ളത് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അതിലുള്ള ശ്രീകൃഷ്ണനും ദുര്യോധനനും കർണനും തന്നെയാണ് ഈ ലോകത്തുള്ളത്. ഇത് തന്നെയാണ് നമുക്ക് ലോകത്ത് കാണാൻ പറ്റുന്നത്. ഇതിലുള്ളിൽ ഇല്ലാത്തത് നിങ്ങൾക്ക് ഒരിക്കലും പുറത്ത് കാണാൻ സാധിക്കില്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അത് എല്ലാ ഗ്രന്ഥങ്ങൾക്കും ബാധകമാണ്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ചമച്ച ശ്രീ വേദവ്യാസ മഹർഷിയോളം ഈ ലോകം കണ്ട ആചാര്യന്മാർ ഇല്ല എന്ന് വേണം പറയാം. അദ്ദേഹത്തെ മുൻനിർത്തിയിട്ടാണ് ആചാര്യ പരമ്പര നമ്മൾ തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയും വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം. വേദവ്യാസ മഹർഷിയുടെ ഉച്ഛിഷ്ടമാണ് ഈ പ്രപഞ്ചം എന്ന്. കാരണം എന്താ? അദ്ദേഹം പറയാത്തതായിട്ട് മഹാഭാരതത്തിന് അപ്പുറത്തേക്ക് മനുഷ്യ മനസ്സ് വളർന്നിട്ടില്ല എന്ന് വേണം. നിങ്ങൾ ഏതൊരു സയൻസ് എടുത്ത് നോക്കൂ, അതിന്റെയൊക്കെ ബേസ് എന്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, അതിന്റെയൊക്കെ ബേസ് നമ്മുടെ ആധ്യാത്മിക നിരന്തരമാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത് അറിയില്ല. അടിസ്ഥാന ഗ്രന്ഥത്തെ കുറിച്ച് അറിയുന്നില്ല, നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് അറിയുന്നില്ല. ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കരിക്കുലം ഒന്നും ഇപ്പൊ മാറ്റിമറിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സംഘടനയുടെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കണം, പഠിക്കണം. വളരെയേറെ പറഞ്ഞ് എന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരിലും പാർത്താൽ എന്ത് ചെയ്യും എന്ന് വന്യ ഗുരുനാഥനോട് ചോദിച്ചു. അദ്ദേഹം നിർദ്ദേശിച്ചതാണ് ഈ ജ്ഞാനപ്പാന ബുക്കും അതുപോലുള്ള വായനയും ഒക്കെ. ആ വന്യ ഗുരുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗ നമസ്കാരം. അതിന് അധ്വാനിച്ചവരോടും അതിൽ പങ്കാളികളായവരോടും ഈശ്വരന്റെ കൃപയുണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും
മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട്. സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ. ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നിടുന്ന മുക്കരിഞ്ഞിടുവാൻ അറിവുള്ള മഹത്വങ്ങളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എഴുതായിട്ടു മുക്തി ജനങ്ങൾക്കും ഒന്നുകൊണ്ടും തീരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിനുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ശമച്ചുപോൽ മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമനേരത്ത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ വിശ്രമം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ വിശ്രമം കർമ്മവും. ബ്രഹ്മവാദിയായി ചേരുമ്പോഴും കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാദ്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനു മേളുതല്ല നിർണയം. ദിവാരന്മാരും ഔവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ
ജനങ്ങൾക്കും സകരായ വിഷയി ജനങ്ങൾക്കും താരങ്ങളും പലതോടുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം അതിനാലിലും ഉത്തമമെന്നല്ലോ വേദരായ മാമൂലി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു കർമ്മബീജമതിനു മുളയ്ക്കെടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലോ ഭാരതമായ കണ്ടമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെഴുതല്ല നിർണയം അത്ര മഹാത്മ്യമുള്ളൊരു ഭാരത വിപ്രദേശമെന്നെല്ലാരും ഓർക്കണം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ യുഗനാലിലും നല്ലൊരു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമേ എന്നറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13-ലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളൊരു മറ്റു ഖണ്ഡങ്ങളെട്ടിലുമുള്ളൊരു മറ്റു 3 യുഗങ്ങളിലുള്ളൊരു മുദ്രിതങ്ങൾക്കു സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കരിതാതരം കൈവണങ്ങിടുന്നു അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്തിനോ നാം പറഞ്ഞിടുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കാലമിന്നു കലിയുഗമല്ലയോ ഭാരതമി പ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ ക്ഷമേ നന്നായി രൂപിത്തിനെല്ലാരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കുറകയോ നാവു കൂടാതെ ജന്മമതാകയോ നമുക്കിന്നി വിനാശമില്ലാകയോ കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേ നാം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അത്ര വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മധ്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണ
ഗർഭിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. പണ്ഡിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കണ്ട നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മഭൂമിനിക്കൊക്കെയെന്നും ചിലർ. അർത്ഥശക്തിയു വിരുദു വിളിക്കുവാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. മതേഭം കൊണ്ടു കച്ചവടം ചെയ്തു ഉത്തമ തുരകങ്ങളതു കൊണ്ടും അത്രയുമല്ല കപ്പൽ വെട്ടിച്ചിട്ടും എത്ര നേടുന്നീതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ദൂതരായെപ്പോഴും അർത്ഥത്തെ കോരിച്ചത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും വൃത്തിയാകാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും. ആശയായുള്ള പാശമതിങ്കെന്നു വേർപെടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരമണാലർത്ഥത്തിൽ സ്വൽപമാത്രം കോടാശില ദുഷ്ടന്മാർ. ചത്തുപോന്നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിതതിരാശ പറ്റുകളേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ
കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സ്ഥിതികാലം കഴിവോളം ഇവണം ശ്രദ്ധയോടെ വസിക്കണമേവരും കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം ഹരിശാസ്തു പരിഭ്രുതനായിട്ടു മനുഷ്യാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മതനെ പോലെ നൃത്തം കുതിക്കണം കാരിലെങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ ശേഷമൊഴിഞ്ഞിടും വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്ന ദേഹമൊരിടത്ത് ഒതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു ഉദിച്ചിടുന്ന ജീവനും അപ്പോഴേ അഖിലോലംഘ്യജനാകിലും വേദവാദി മഹീസൂരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മൂകരെയും ഒഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും ഏതു ദിക്കിലും തന്നുടെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടു എന്നാകിലും മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അവസാനിപ്പിക്കുകയാണ്. ഒരു ഔദ്യോഗിക നന്ദി പ്രകടനം മാത്രം. പക്ഷെ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പെട്ടെന്ന് എണീറ്റു, പക്ഷെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കണ്ണെടുത്തിരുന്നപ്പോൾ കിട്ടിയ ഒരു വൈബ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര ശ്രദ്ധിച്ചു? വീട്ടിൽ പോകണ തിരക്കിൽ എണീക്കാത്ത എത്ര പേര്? ഒരു വലിയൊരു വൈബാണ്. കാരണം ഇത്രയും ആൾക്കാരാണ്, ഇത്രയും 1500ഓളം പേര് വരുന്ന ഒരുമിച്ച് ചെല്ലിയ ആലാപനത്തിന് അത്രയും ഒരു പോസിറ്റീവ് തരംഗം ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരംഗവുമായാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് പോകാൻ പോകുന്നത്. ഇത് നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഔദ്യോഗിക നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആദരണീയായ താലൂക്ക് യൂണിയന്റെ വനിതാ യൂണിയന്റെ പ്രസിഡന്റ് ശ്രീകല ടീച്ചർ ക്ഷണിച്ചു. ബഹുമാനായ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്ത രജിസ്ട്രാർ ശശിധരൻ സാറിനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും പാലക്കാട് യൂണിയന്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3. സേവനത്തിൻ്റെ 27ാം വർഷം.